ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ ബ്ലോഗ്. വെൽക്കം ടു അപ്പോസ്തല ഓഫ് കോൺഗ്രസ് യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് വന്നിരിക്കുന്നത് കടമറ്റം പള്ളിയിലാണ്. ചരിത്രപ്രസിദ്ധമായ കടമറ്റം പള്ളി, കടമറ്റം സെൻറ്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിലാണ്. സോ ഗൈസ്, നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് വിശുദ്ധ ഗീവർഗീസ് സഹദയുടെ നാമത്തിലുള്ള പള്ളിയാണ് കടമറ്റം സെൻറ്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളി. വളരെ ചരിത്രപ്രസിദ്ധമായ പള്ളിയാണ് ഗൈസ്. ഇതിൻ്റെ പൗരാണികത നമുക്ക് എത്ര പഴയ പള്ളിയാണെന്ന് അപ്രോക്സിമേറ്റ്ലി നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കണ്ടില്ലേ, അതൊരു കുരിശുപള്ളിയാണ്. ദൈവമാതാവിൻ്റെ നാമത്തിലുള്ള കുരിശുപള്ളിയാണ്. സെൻറ്റ് മേരിയുടെ നാമത്തിലുള്ള കുരിശുപള്ളിയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. പള്ളിയുടെ തൊട്ടുമുമ്പിൽ തന്നെയാണത്. നമുക്ക് ഈ കുരിശുപള്ളി ഇപ്പോൾ സ്ഥാപിതമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഗൈസ്. അപ്പോൾ നമുക്കൊരു സ്റ്റെപ്പ് കയറിയത് കണ്ടോ, കുറച്ച് അധികം സ്റ്റെപ്പ് കയറി ഞാൻ വന്നിരിക്കുകയാണ്. പള്ളിയുടെ ഫ്രണ്ടിൽ എത്തിയിരിക്കുന്നത് ഗൈസ്, ആ കാണുന്നതാണ് കടമറ്റം സെൻറ്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളി. വളരെ ചരിത്ര പ്രാധാന്യമുള്ള, അതായത് നമുക്ക് കടമറ്റത്ത് കത്തനാറെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ കടമറ്റത്ത് കത്തനാരുടെ പള്ളിയാണിത്. അതായത് കടമറ്റത്ത് പൗലോസ് കശീശയാണ് പിന്നെ പിൽക്കാലത്ത് കടമറ്റത്ത് കത്തനാരായിട്ട്. കണ്ടില്ലേ പള്ളിയുടെ ആർക്കിടെക്ചറൊക്കെ, ഒരുപാട് റിനോവേഷനും കാര്യങ്ങളൊക്കെ നടന്നുണ്ട് ഗൈസ്. പണ്ടത്തെ ആ ഒരു ആർക്കിടെക്ചറിന് കുറച്ച് മാറി, പക്ഷേ ആ ഒരു ഓടിട്ട ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും. അത് നമ്മൾ തിരി കത്തിക്കുന്ന സ്ഥലമാണ്, അതായത് ക്യാൻഡിൽസൊക്കെ ബേൺ ചെയ്യുന്ന സ്ഥലമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. നമ്മളിവിടെ നിന്ന് നടന്നിതാ വന്നിരിക്കുകയാണ്. ഇത് കണ്ടോ, സെമിട്രിയാണ് ഗൈസ്, പള്ളി സെമിട്രിയാണ്. നമുക്ക് പള്ളിയുടെ അകത്ത് ഷൂട്ട് ചെയ്യാനായിട്ട് അവർ സമ്മതിച്ചില്ല. അതായത് അത് 3000 റുപ്പീസാണ് ചോദിച്ചത്. അപ്പോൾ നമുക്കിപ്പോൾ അത്രയും ബഡ്ജറ്റില്ല, അതുകൊണ്ട് പള്ളിയുടെ ഉള്ളിൽ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കില്ല. നമ്മൾ താഴോട്ട് വരുമ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമുക്ക് യാക്കോബായ ഓർത്തഡോക്സ് തർക്കം നിലനിൽക്കുന്ന പള്ളിയാണ്. സോ യാക്കോബായ വിഭാഗം, അതായത് ഒറിജിനലി ഇതൊരു യാക്കോബായ പള്ളിയായിരുന്നു. യാക്കോബായ വിഭാഗത്തിൻ്റെ കയ്യിലല്ല ഇപ്പോൾ പള്ളിയുള്ളത്. അപ്പോൾ യാക്കോബായ വിഭാഗത്തിൻ്റെ ഇതൊരു ചാപ്പലാണ് നിങ്ങൾ കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഗൈസ്. സോ നമ്മളിപ്പോൾ വന്നിരിക്കുന്ന പോയടം പള്ളി, അതായത് പറഞ്ഞാൽ കത്തനാരച്ചൻ നമ്മൾ ഒരു പാതാള കുഴിയിട്ട് പോയി എന്നുള്ള ഐതിഹ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ നിങ്ങൾ ഐതിഹ്യമാലിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പള്ളിയാണ് വന്നിരിക്കുന്നത്. ആ ഒരു പാതാള കിണറും മറ്റു കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കുമെന്ന് അറിയില്ല, എന്തായാലും ഉള്ളിലൊന്ന് ചോദിച്ചു നോക്കാം ഗൈസ്. ആ കാണുന്നതാണ് പോയടം പള്ളി, കണ്ടില്ലേ, ആ കാണുന്നതാണ് പോയടം പള്ളി. ഇത് നിലവിൽ ഓർത്തഡോക്സ് വിഭാഗത്തിൻ്റെ കയ്യിലിരിക്കുന്ന പള്ളിയാണ്. സോ നമ്മൾ അൺഫോർച്യുനേറ്റ്ലി നമ്മൾ പോയടം ഭാഗത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന വിഷ്വൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ കോലഞ്ചേരി ടൗൺ, കടമറ്റത്ത് കോലഞ്ചേരി ടൗണിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഞാനത് ബസ്സിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ബസ്സിൽ ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതാണ്. അതിൻ്റെ സൈഡിൽ ഉള്ള വിഷ്വൽസാണ്. നമുക്ക് ധാരാളം വീടുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വീടുകളുടെ അവിടെയൊക്കെ വളരെ കേരളത്തിൽ നമുക്ക് ഏത് പ്രദേശത്ത് പോയാലും ഗ്രീനറി എന്നുള്ള സംഭവമാണ്. ഇത് കോലഞ്ചേരി സെൻട്രൽ ടൗണിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ കോലഞ്ചേരി സെൻട്രൽ ടൗണിൻ്റെ വിഷ്വൽസാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ കോലഞ്ചേരി സെൻട്രൽ ടൗണാണത്, കണ്ടില്ലേ. ടിപ്പിക്കൽ നമ്മൾ കേരളത്തിൽ ഏതൊരു ടൗണിൽ പോയാലും ഉള്ള ഒരു ഭയങ്കര ഹ്യൂമിഡിറ്റിയും ചൂടും ഭയങ്കരമാണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ലിമിറ്റഡായിട്ട് നമുക്ക് പുറത്തിറങ്ങി അതിന് ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനില്ല. ഇത് ഓരോ ഫ്ലെക്സിങ്സും ഓരോ തിരുമേനിമാരുടെയും മറ്റു കാര്യങ്ങളും വെച്ചിരിക്കുന്നത് നമുക്കിതിപ്പോൾ കാണാനായിട്ട് സാധിക്കും. കണ്ടില്ലേ, കോലഞ്ചേരി പള്ളിയുടെ ആ ഒരു ഭാഗത്താണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ഹോർഡിങ്സും കാര്യങ്ങളും. ഇപ്പോൾ ഇവിടേക്ക് ഒരുപാട് യാക്കോബായ ഓർത്തഡോക്സ് തർക്കങ്ങൾ നിലനിൽക്കുന്ന പള്ളികൾ, കോലഞ്ചേരി പള്ളി, മറ്റ് പള്ളികളൊക്കെ ഇപ്പോൾ നിലവിലത് ഓർത്തഡോക്സ് വിഭാഗത്തിൻ്റെ കയ്യിലാണ് ഇപ്പോൾ അത് പള്ളികളൊക്കെ ഉള്ളത്. സോ കണ്ടില്ലേ, ഒരുപാട് ഹോർഡിങ്സുകളും മറ്റു കാര്യങ്ങളും. അപ്പോൾ നമ്മൾ കുറച്ച് ടൗണിൽ നിന്നൊക്കെ മാറി ജസ്റ്റ് ഒരു ഗ്രാമപ്രദേശത്തേക്ക് ചെറിയ സ്ലൈറ്റ്ലി വില്ലേജ് എന്ന് പറയാം, ആ ഒരു ഏരിയയിലേക്കൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ ചുറ്റും ഒരുപാട് ഗ്രീനറി മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഗൈസ്. അപ്പോൾ ഇന്ന് ഒരുപാട് ഷൂട്ട് ചെയ്ത് കാണിക്കുന്നതാണ്. പള്ളിയുടെ ഉൾഭാഗമൊക്കെ കാണാൻ പറ്റിയില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ അവരത് അനുവദിക്കില്ല ഗൈസ്. അപ്പോൾ നമുക്ക് 3000 റുപ്പീസ് 3000 രൂപ കൊടുക്കണം ഓരോ പള്ളി ഷൂട്ട് ചെയ്യണം. അപ്പോൾ അതിനുള്ള ബഡ്ജറ്റ് നമുക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മളിന്ന് വെറും കൈയോടെ പോരേണ്ടി വന്നു. എങ്കിലും നമുക്ക് പുറമേയുള്ള കുറച്ച് ഭാഗങ്ങൾ നിങ്ങളെ കാണിക്കാനായിട്ട് സാധിച്ചു. ഇതാണ് കോലഞ്ചേരി ടൗണാണ്. കോലഞ്ചേരി ടൗണിൽ നമ്മൾ കഴിയാനായിട്ട് പോവുകയാണ്. കണ്ടില്ല, ഒരുപാട് ഗ്രീനറി കാണാൻ സാധിക്കും. ഓരോ വീടുകൾ മറ്റ് ഭാഗങ്ങളാണ് ഗൈസ്. സോ ബ്യൂട്ടിഫുൾ, വളരെ നല്ലൊരു. കേരളത്തിൽ എവിടെ പോയാലും നമുക്ക് നാച്ചുറൽ ബ്യൂട്ടി എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ഒരുപാടുണ്ട്. നമ്മുടെ ടൗണുകളും, അതായത് നമ്മുടെ കൊച്ചു ടൗണുകളും ചെറിയ ഗ്രാമങ്ങളാണ്, അതായത് ടൗണുകളാണ് കേരളത്തിലെ പ്രത്യേകത എന്ന് പറയുന്നത്. അത്ര ബ്യൂട്ടിഫുള്ളാണ്. ചെറിയ കടകളും മറ്റു കാര്യങ്ങളൊക്കെയാണ് കണ്ടോ. വീടുകളാണ് ചുറ്റും, ഒരുപാട് വീടുകൾ, റബ്ബർ പ്ലാന്റേഷൻസ് ഇതൊക്കെയാണ് സൈഡിൽ.
കണ്ടില്ലേ. നമ്മൾ ആക്ച്വലി കടമറ്റം പള്ളിയാണ് ഷൂട്ട് ചെയ്യാൻ പോയത്. നിങ്ങൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഇപ്പോൾ നമുക്ക് മുഴുവൻ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം വെച്ചാൽ പള്ളിയുടെ ഉൾഭാഗങ്ങളും മറ്റേ കടമറ്റം വലിയ പള്ളി പിന്നെ പോയടം പള്ളി അതിൻ്റെയൊക്കെ ഉൾഭാഗങ്ങൾ ഷൂട്ട് ചെയ്യുന്നതിന് നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് കോസ്റ്റ് പേ ചെയ്യേണ്ടി ഒരു എക്സ്ട്രാ, അതായത് ഒരു 3000 സംതിങ് ആണ് നമുക്ക് ഒരു പള്ളി ഷൂട്ട് ചെയ്യുന്നതിന്. കടമറ്റം 2 പള്ളിയുണ്ട്, പോയടം പള്ളി പിന്നെ നമ്മുടെ വലിയ പള്ളി. അപ്പോൾ 2 ഷൂട്ട് ചെയ്യുന്നതിന് നമുക്ക് 3000 ഈച്ചാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നടക്കുന്ന പരിപാടിയല്ലായിരുന്നു. അപ്പോൾ അല്ലാതെ ഷൂട്ട് ചെയ്യുന്ന നമുക്ക് അകത്തൊക്കെ വിഷ്വൽസ് ഷൂട്ട് ചെയ്യുന്ന റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള കുറച്ച് പിക്ചേഴ്സ് മാത്രമാണ് നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചുള്ളൂ. ഓക്കെ, പിന്നെ അപ്പോൾ ഇതാണ് ഗൈസ്. പിന്നെ നമ്മൾ കുറച്ച് കോലഞ്ചേരി മറ്റ് ഭാഗങ്ങളൊക്കെ ഇന്ന് കവർ ചെയ്തു. അപ്പോൾ ഇതാണ് നമുക്ക് മോസ്റ്റ്ലി ഇന്ന് ചെയ്യാൻ പറ്റും. എനിക്ക് വലിയ പള്ളി കടമറ്റം മെയിൻ വിഷ്വൽസ് എസ്പെഷ്യലി പാതാളക്കിണറിൻ്റെ ഭാഗങ്ങളൊക്കെ, അതായത് കുറേ വിഷ്വൽസ് ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നമുക്ക് സാധിച്ചില്ല ഗൈസ്. എന്തായാലും ഗൈസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. പ്ലീസ് കൈൻഡ്ലി സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ അപ്പോസ്തോൽ ഓഫ് കോർണേർഡ് യൂട്യൂബ് ചാനൽ. ഓക്കെ ഗൈസ്, നമുക്കിനിയിപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സബ്സ്ക്രൈബേഴ്സ് കൂടി മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു 3000 രൂപ കൊടുത്ത് രണ്ട് പള്ളി നമുക്ക് ഷൂട്ട് ചെയ്യാം. ഇപ്പോൾ അതിനുള്ള ബഡ്ജറ്റില്ല ഗൈസ്. ഓക്കെ, താങ്ക് യു. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ, നെക്സ്റ്റ് വ്ലോഗ് ഗൈസ്. Keep subscribing to Apostle of your corner YouTube channel and press the bell button. So നിങ്ങൾക്ക് എൻ്റെ ലേറ്റസ്റ്റ് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, താങ്ക് യു ഗൈസ്. ദിസ് സൈഡ് ജിത്തു സൈനിങ് ഓഫ്. താങ്ക് യു.